പോലീസിനെ നാണം കെടുത്തി ഒളിച്ചുകളി തുടർന്ന് CPM ക്രിമിനൽ അർജുൻ ആയങ്കി. ചെന്നിത്തലയുടെ പോലീസ് മുഴുവൻ പിന്നാലെ പാഞ്ഞിട്ടും ആയങ്കി എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇടയ്ക്കിടെ സമൂഹമാധ്യമ പോസ്റ്റുകളിട്ട് പോലീസിനെ പരിഹസിക്കുന്നതും തുടരുകയാണ് അർജുൻ ആയങ്കി. വിവരങ്ങളുമായി ജിജിഷ് ചേരുകയാണ്. ജിജിഷ്, ആയങ്കിയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ പോലീസ് സേനയെ ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമൂഹമാധ്യമ പോസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, പോലീസ് ഇപ്പോഴും പറയുന്നത് അർജുൻ ആയങ്കി തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണ്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി എന്നെല്ലാം അവകാശപ്പെടുമ്പോഴാണ് പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ട് നിരന്തരമായി അർജുൻ ആയങ്കി അവർക്ക് തൊട്ടടുത്തൂടെ അല്ലെങ്കിൽ മൂക്കിൻ തുമ്പിലൂടെ എന്ന് പറയാവുന്ന രീതിയിൽ അർജുൻ ആയങ്കി മാറി പോകുന്ന കാഴ്ചകൾ തന്നെയാണ് പോലീസ് തന്നെ പുറത്തുവിടുന്ന ചില CCTV ദൃശ്യങ്ങൾ, പുറത്തു വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏറെ ദിവസങ്ങൾ എറണാകുളത്ത് തങ്ങുകയായിരുന്നു. ഈ ഒരു CIA ഭീഷണിപ്പെടുത്തിയതിനു ശേഷം, 3 CIA ഭീഷണിപ്പെടുത്തിയതിനു ശേഷം എറണാകുളത്ത് ഒന്നിലധികം ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ടോൾ പ്ലാസ കടന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുന്നത്. അതും മറ്റു വഴികളൊന്നും തന്നെ തിരഞ്ഞെടുക്കാതെയും മുഖം മറക്കാതെയും എല്ലാം തന്നെയാണ് ഈ അർജുൻ ആയങ്കി കൃത്യമായി പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതുജന സമക്ഷം തന്നെ ഇറങ്ങിക്കൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ച് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ പോലീസിന് എതിരെ പോസ്റ്റുകൾ ഇടുന്നു, മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എല്ലാം എതിരെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇടുന്നു. അതെല്ലാം തന്നെ പൊതു വൈഫൈയുടെ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ചില പൊതുവായിട്ടുള്ള വൈഫൈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പാസ്വേഡുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് പോലീസ് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള മറ്റു നിരവധി ക്രിമിനൽ സംഘങ്ങളെ കസ്റ്റഡിയിലെടുക്കുക, അർജുൻ ആയങ്കിയുമായി അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അനിയൻ ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുക, അവരെ വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ ഒരു ആയുർവേദ കേന്ദ്രത്തിൽ അർജുൻ ആയങ്കി എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലെല്ലാം തന്നെ ഈ അർജുൻ ആയങ്കിക്ക് എല്ലായിടത്തും വലിയ ഒരു ക്രിമിനൽ ഗ്യാങ് അർജുൻ ആയങ്കി വളർത്തിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ അതാത് ഭാഗത്തെ ആളുകൾ ഒപ്പം കൂടുകയും ചെയ്തിരുന്നു. ഈ ഒരു ആയുർവേദ സെന്ററിൽ 3/4 മണിക്കൂറോളമാണ് അർജുൻ ആയങ്കി വിനിയോഗിച്ചതായി അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോഴും കൂടെ 3-4 ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്തു, പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ഒരു ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം തന്നെ അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളി തുടരുന്നു. കോതമംഗലം SHOയ്ക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇടുന്നു. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും എല്ലാം തന്നെ ഇടുന്നത്. എന്നാൽ അർജുൻ ആയങ്കി ഈ ഒരു ഇത്രയും ദിവസങ്ങളായിട്ടും പിടിക്കാൻ കഴിയാത്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പറഞ്ഞതുപോലെ പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സേനയെ അങ്ങേയറ്റം നാണം കെടുത്തിയ ആയങ്കി, അർജുൻ ആയങ്കി എവിടെയെന്ന് പോലും മനസ്സിലാകുന്നില്ല പോലീസിന്. അതോ ഇപ്പോഴും CPMന്റെ ആ പിടി വിട്ടുമാറാത്ത പോലീസ് സേന അർജുൻ ആയങ്കിയെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് എന്നതുകൂടി ചോദ്യ വിഷയമാകുകയാണ്. ജിജിഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.